drums or flat? അടിപൊളി ടേസ്റ്റ് ആണ്. സോ ലെറ്റ്സ് മേക്ക് സം കൊറിയൻ സ്പൈസി ചിക്കൻ വിങ്സ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഞാൻ പ്രോമിസ് ചെയ്തു നിങ്ങൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിഷ് വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ചിക്കൻ വിങ്സ് കട്ട് ചെയ്ത് അതൊന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇവിടെ നടുക്കൊരു ജോയിൻറ്റ് ബോൺ ഉണ്ട്. ആ ജോയിൻറ്റ് ബോണിൻ്റെ നടുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല രീതിയിൽ വാഷ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, ചില്ലി പൗഡർ, സോൾട്ട്, കോൺ സ്റ്റാർച്ച്, പെപ്പർ. നമ്മളുടെ ചിക്കൻ വിങ്സ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 to 3 hours നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോഴാണ് ആ മാരിനേഷൻ എല്ലാം നല്ല രീതിയിൽ ചിക്കൻ വിങ്സിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 hours നമ്മൾ മാരിനേഷൻ വെച്ച് ചിക്കൻ വിങ്സ് നല്ല രീതിയിൽ മാരിനേറ്റ് ആയി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഓയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ചിക്കൻ വിങ്സ് ഇതിലേക്ക് ഇടാം. വിങ്സ് ഇടുമ്പോൾ നമ്മൾ ഓവർ ക്രൗഡ് ചെയ്യാണ്ട് സ്പേസ് ഇട്ട് തന്നെ ഇടുക. ഇതിൽ ചിക്കൻ വിങ്സ് എല്ലാം ഇതിലിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വിങ്സിന്റെ ഇന്റേണൽ ടെമ്പറേച്ചർ 165 ഫാരൻഹീറ്റ് ആകുമ്പോൾ ചിക്കൻ ഓൾ ദ വേ ത്രൂ കുക്ക് ആയെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. നന്നായിട്ട് കുക്ക് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അതാണ് നമുക്ക് എക്സാക്ട്ലി വേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടാൽ അറിയാം ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിന്ന് ഇതെങ്ങനെ സോസിൽ ഒന്ന് ടോസ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഹണി നമുക്കൊരു 2 സ്പൂൺ ഇടാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ചില്ലി പൗഡർ, കെച്ചപ്പ്. ഇനി നമുക്കൊന്ന് ടോസ് ചെയ്തെടുക്കാം. നമ്മളുടെ വിങ്സ് നല്ല അടിപൊളിയായിട്ട് നമ്മളുണ്ടാക്കിയ സോസിൽ നല്ല രീതിയിൽ ടോസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ പ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളുടെ കൊറിയൻ ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അറിയാലോ. ചിക്കൻ വിങ്സ് എടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഫ്ലാറ്റ് എടുക്കുക, പ്ലേറ്റിൽ ഇങ്ങനെ കുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മീറ്റ് എല്ലാം ഒരു സൈഡിൽ നിന്ന് വിട്ട് വേറൊരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നേരെ നമ്മളുടെ ഡിപ്പിംഗ് സോസിലേക്ക് മുക്കുക. ഇത് ബ്ലൂ ചീസാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ കുക്കിംഗ് വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മളുണ്ടാക്കിയ അടിപൊളി സ്വീറ്റ് ആൻഡ് സ്പൈസി കൊറിയൻ ചിക്കൻ വിങ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, ഒരു കമൻറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതുവഴി നമ്മളുടെ വീഡിയോ കൂടുതൽ റീച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അൻറ്റിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം, ബൈ.